പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ഫുട്ബോൾ ലോകം. അങ്ങനെ ഫിഫ വേൾഡ് കപ്പിന്റെ ക്വാളിഫയർ മത്സരത്തിൽ ബ്രസീൽ അങ്ങനെ ഇറങ്ങുകയാണ്. ഇന്ത്യൻ സമയം നാളെ രാവിലെ 4:30ക്കാണ് ബ്രസീലിന്റെ മത്സരം വരുന്നത്. കൂടാതെ ബ്രസീലിന് വേണ്ടി കാർലോ ആൻസലോട്ടി അദ്ദേഹത്തെ നയിക്കുന്ന ആദ്യ മത്സരം കൂടിയാണ് നാളെ രാവിലെ 4:30ക്ക് നടക്കാനായിട്ട് പോകുന്ന ഫിഫ വേൾഡ് കപ്പിന്റെ ഈ ക്വാളിഫയർ മത്സരം. ഏതായാലും ബ്രസീൽ അതിൽ മികച്ച പ്രകടനം നടത്തുകയും വിജയിച്ച് കയറാൻ സാധിക്കുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ ആരാധകർ നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും സ്ക്വാഡിൽ നെയ്മർ ഇല്ല എന്നത് മാത്രമാണ് സങ്കടം നൽകുന്ന കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ബാക്കിയുള്ള താരങ്ങളെല്ലാം മികച്ച പ്രകടനം തന്നെ നടത്തിക്കൊണ്ട് ബ്രസീലിനെ വിജയിപ്പിച്ച് കയറ്റും എന്ന നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ നാളെ രാവിലെ 6:30ക്ക് അർജന്റീനയും ഇറങ്ങുന്നുണ്ട്. എന്തായാലും ബ്രസീലിന്റെ നാളത്തെ മത്സരം എങ്ങനെ നമുക്ക് കാണാമെന്നാണ് നമ്മൾ ഈ വീഡിയോയുടെ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കൂടുതൽ ഫുട്ബോൾ അപ്ഡേറ്റ്സിനായി മറക്കാതെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് തന്നെ വീഡിയോയുടെ തന്നെ കടക്കാം. എന്തായാലും ബ്രസീലും അതുപോലെ തന്നെ ഇക്വഡോറുമാണ് നാളത്തെ ഫിഫ വേൾഡ് കപ്പിന്റെ ക്വാളിഫയർ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത്. എന്തായാലും ആ മത്സരം എങ്ങനെ കാണാമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് ടിവിയിൽ ഈ മത്സരം കാണാൻ സാധിക്കില്ല എന്നതാണ് സങ്കടകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. എന്നാൽ മൊബൈലിലേക്ക് എത്തുമ്പോൾ നമുക്ക് മത്സരങ്ങൾ വീക്ഷിക്കാനായിട്ട് സാധിക്കും. ഫാൻഗോഡ് ആപ്പിലും അതുപോലെ തന്നെ ഫാൻഗോഡിന്റെ വെബ്സൈറ്റിലും നമുക്ക് മത്സരം വീക്ഷിക്കാൻ സാധിക്കുമെന്നാണ് നിലവിൽ അറിയുന്നത്. എന്തായാലും ഫാൻഗോഡിൽ നമുക്ക് പൈസ അടച്ചാൽ മാത്രമേ മത്സരം വീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നിലവിൽ അറിയുന്നത്. എന്തായാലും ആദ്യമൊക്കെ സൗജന്യമായി കാണാൻ പറ്റുമോ എന്നത് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും ഇപ്പോൾ ഫാൻഗോഡ് ആപ്പിലും അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റിലുമാണ് ബ്രസീലിലെ മത്സരം കാണാൻ സാധിക്കുക. കൂടാതെ സ്പോർട്സ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് ഇതിൻ്റെ കളിയുടെ അതായത് കളി നടക്കുമ്പോഴുള്ള ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുമെന്നാണ് നിലവിൽ അറിയുന്നത്. കാരണം ഇപ്പോൾ ഗോൾ അടിക്കുന്നത് എപ്പോഴാണ്, അതുപോലെ തന്നെ മികച്ച നീക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ അതിൽ കാണിക്കുമെന്നാണ് നിലവിൽ അറിയുന്നത്. എന്നാലും സ്പോർട്സ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ ഇതിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് എല്ലാം വരുമെന്നാണ് നിലവിൽ അറിയുന്നത്. അതുകൂടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ ഇച്ചിരി കൂടി എളുപ്പമാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഗൂഗിളിലും ലൈവ് അപ്ഡേറ്റ്സ് കാണാൻ സാധിക്കുമെന്നാണ് നിലവിൽ അറിയുന്നത്. എന്തായാലും ലൈവ് മാച്ച് കാണണമെങ്കിൽ നമുക്ക് ഫാൻഗോഡ് ആപ്പിലോ അല്ലെങ്കിൽ ഫാൻഗോഡിൻ്റെ വെബ്സൈറ്റിലൂടെയോ കാണാൻ സാധിക്കുമെന്നാണ് നിലവിൽ അറിയുന്നത്.